الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ വിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു ഇതുപോലെ അവന്റെ സ്വർഗ്ഗലോകം ലഭിക്കുന്ന മുത്തഖീകളിൽ മുഅ്മിനാത്തുകളിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗവും മരണപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാം ഖബറിടം സ്വർഗ്ഗപൂന്തോപ്പാക്കി അല്ലാഹു മാറ്റട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തെ അനർത്ഥമാക്കി സംസാരിക്കുകയാണ്. സുപരിചിതമായ ഒരു ഖുർആനിക വാക്യം. ആ വാക്യത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ അമലുകളുമായി ബന്ധപ്പെട്ട ഇബാദാത്തുകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ചുരുങ്ങിയ ആളുകളാണ് ഇവിടെയെങ്കിലും വളരെ പ്രധാനപ്പെട്ട മെസ്സേജുകൾ നമ്മളിലേക്ക് എത്തിപ്പെടുമ്പോൾ അത് കൈമാറുകയും ബോധവാന്മാരാക്കുകയും നമ്മൾ ചെയ്യൽ അനിവാര്യമാണ്. നിങ്ങളൊക്കെ എന്ന് കേൾക്കുന്ന ഒരു ആയത്താണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുന്നുണ്ട് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ ജിന്നുവർഗത്തിനെയും മനുഷ്യവർഗത്തെയും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്തുകൾ ചെയ്യാനില്ലാതെ. ഇബാദത്തുകൾ ചെയ്യാൻ മാത്രമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തേക്ക് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. സൃഷ്ടിച്ചതുപോലും ഇബാദത്തുകൾക്ക് വേണ്ടിയാണെന്ന് പരിശുദ്ധ ഖുർആനിലെ വചനമാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇബാദത്തുകൾ ചെയ്യാത്ത ആളുകളെ കുറിച്ച് മനുഷ്യൻ എന്ന് പോലും പറയാൻ കഴിയില്ല. ഈ വിഷയത്തെ ഈ ആയത്തിനെ അനർത്ഥമാക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇബാദത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. ഒരുപാട് നിസ്കാരങ്ങളെ കുറിച്ച് നിസ്കരിക്കുന്നവരാണ്, നിസ്കാരങ്ങളെ കുറിച്ച് അറിയുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെയും കൃത്യമായി നിസ്കരിക്കുന്നവരാണ് എന്ന ബോധത്തോടെയാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അമലുകൾ എങ്ങനെയാണ്, അമലുകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നിസ്കാരത്തിനെ, നോമ്പിനെ, സകാത്തിനെ, ഹജ്ജിനെ, അങ്ങനെ ഉംറയെ, അതുപോലുള്ള ഇബാദത്തുകളെ പരിശുദ്ധ ഖുർആനും ഹദീസും പരിചയപ്പെടുത്തുമ്പോൾ അത് ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ ഫാത്തിഹ മുതൽ സൂറത്ത് നാസ് വരെ ഓതിയാലും എങ്ങനെ നിസ്കരിക്കണമെന്ന് ഖുർആനിൽ കാണാൻ കഴിയില്ല. ഇങ്ങനെ റുക്കൂ ചെയ്യ്, സമി അല്ലാഹു ഇങ്ങനെ ചെയ്യ്, സുജൂദ് ഇങ്ങനെ ചെയ്യ്, അത്തഹിയാത്ത് ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെയാണ് നിസ്കാരത്തിൽ കൈകെട്ടേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നില്ല. ഖുർആനിൽ ഇങ്ങനെ പറയുന്നത് പോലെ എവിടെയും അങ്ങനെ നമ്മളോട് വായിച്ചു നോക്കിയാൽ കിട്ടുന്ന അതിന്റെ തഫ്സീറുകളിൽ അല്ലെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഖുർആനിനെയും ഹദീസിനെയും വെച്ച് മനസ്സിലാക്കി തരുന്ന അറിവാണ് നമുക്കുള്ളത്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രസക്തമായ ഒരു ഗ്രന്ഥമാണ് തുഹ്ഫ എന്ന് പറയുന്നത്. ആ തുഹ്ഫയെ അടിസ്ഥാനപ്പെടുത്തിയും മുഗ്നി, നിഹായ പോലെയുള്ള കിതാബുകളുടെ അടിസ്ഥാനപ്പെടുത്തിയുമാണ് നമ്മൾ അമലുകൾ ചെയ്തു പോരുന്നത്. ഞാൻ ഇത്രയൊക്കെ ആമുഖങ്ങളിൽ പറയുന്നതിന്റെ കാരണം, നമ്മൾ ഒരു 60 അല്ലെങ്കിൽ 55, 60, 65 വയസ്സ് പ്രായമെത്തിയാൽ നമ്മൾ ചെയ്തു പോകുന്ന ചില അമലുകളിൽ ന്യൂനതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും
എപ്പോഴും പരിപൂർണരല്ല. തലയെക്കെട്ടും കമീസും എന്നത് എല്ലാത്തിന്റെയും പരിപൂർണമല്ല എന്ന് ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ചില വിഷയങ്ങളിൽ നമുക്ക് നുക്സാനിയത്തുകളും ന്യൂനതകളും ഉണ്ടാകും. ഇബാദാത്തുകളിലെ അഫ്ദലായ ഇബാദാത്താണ് നിസ്കാരം എന്നത്. അതെല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ ഒരു നിസ്കാരത്തിന്റെ അവ്വല മുതൽ ആഖിറ വരെ, അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ചെയ്യുന്നത് പോലെ കൃത്യമായി നുക്സാനിയത്തില്ലാതെ തെറ്റില്ലാതെ നമ്മൾ നിസ്കരിക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാട് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉണ്ടാവാമില്ലാതിരിക്കാം. ചിലപ്പോൾ പരിപൂർണമാവാം. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ നിസ്കാരത്തിൽ ചിന്തകൾ പലതും കടന്നു വരുന്നുണ്ട്, അത് മാത്രമേ തെറ്റുള്ളൂ എന്നതാണ്. അതൊരു തെറ്റല്ല. അള്ളാഹു അതിനുള്ള തൗഫീഖ് തരട്ടെ. അതൊരു തെറ്റോ നിസ്കാരം ബാത്തിലാകുന്ന കാര്യമോ അല്ല. മറിച്ച് നിസ്കാരത്തിന്റെ അമലുകൾ ശരിയാവണമെങ്കിൽ, ഉദാഹരണം ഇന്ന് നമ്മളൊക്കെ ജുമുഅക്ക് വന്ന ആളുകളാണ്. ജുമുഅ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? വുളൂ ചെയ്യണം. നിസ്കാരത്തിന്റെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നത്. നമ്മൾ വലിയ ചർച്ചകൾ, ആധുനിക ചർച്ചകൾ, ലോകോത്തര ചർച്ചകൾ ഫിലിസ്തീനെ കുറിച്ച്, മറ്റുള്ള രാഷ്ട്രങ്ങളെ കുറിച്ച്, അമേരിക്കയെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗോള തല ചർച്ചകളൊക്കെ ചെയ്ത് നമ്മൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾ, വലിയ സംഘടനാ ചർച്ചകൾ, അങ്ങനെ വലിയ വലിയ മതിപ്പുകളുറ്റ ചർച്ചകൾക്ക് ഇടം വരുത്തുമ്പോൾ അവനവന്റെ നിസ്കാരത്തിന്റെ അമലുകളെ കുറിച്ച്, ഇബാദാത്തുകളെ കുറിച്ചുള്ള നുക്സാനിയത്തുകളെ കുറിച്ച് പഠിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സമയമല്ല. അത് മനസ്സിലായാൽ അതിനെക്കുറിച്ച് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് നമുക്ക് സമയമുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഒളു ശരിയായി, ഉദാഹരണത്തിന് ഒരു ഒളുവിന്റെ പരിപൂർണ ഘടന എങ്ങനെയാ, അതിന്റെ ഫർദ് എന്തൊക്കെയാ? ഒരാൾ ഒളു എന്ന് പറഞ്ഞാൽ നെയ്യത്ത് വെക്കണം. എവിടെയാ നെയ്യത്ത് വെക്കേണ്ടത്? മുഖം കഴുകുന്ന സമയത്ത്. മുഖം കഴുകേണ്ടത് എവിടെന്നാ? ഒരാളുടെ തലമുടിയുടെ രോമം, തലമുടി, അതായത് ഈ മുടി മുളക്കുന്നവിടം മുതൽ ഈ അറ്റം വരെ, ഇയാളുടെ ഈ താടിയെല്ലിന്റെ ഈ അറ്റം വരെ മുഖത്തിന്റെ അതിർത്തിയാണ്. ഈ ചെവിക്കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി വരെ അതിർത്തിയാണ്. ഇത് കിതാബിലുള്ളതാണ്. ഇനി ഇത് വേറെ പകുതിയുള്ളൂ എന്നൊരു കിതാബുണ്ടെങ്കിൽ ആ കിതാബ് ശരിയല്ല നമ്മൾ പറയാം. ഇങ്ങനെയാണ് അതിന് അതിർത്തി. ആ അതിർത്തിയിൽ ഒരാൾ കൃത്യമായിട്ട് വെള്ളം എത്തിച്ചില്ലെങ്കിൽ അയാൾ ഒളു ശരിയല്ല. ഒളു ശരിയല്ലാതെ ഒളു തെറ്റായിക്കൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവൂല എന്നല്ല, നിസ്കാരം ഹറാമാണ്. അത് ഹുക്കുമാണ്. അച്ചട്ട് പറയാണ്, ഒരാളെ ഒളു ശരിയായില്ലെങ്കിൽ, ഒളു ഇല്ലാത്ത നിസ്കാരം അത് ഹറാമാണ്. ഞാനിത് വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്, ഇത് വീഡിയോ പോലും പോകുന്നതാണ് പുറത്ത്. നിങ്ങൾക്ക് മാത്രമുള്ള ചർച്ചയല്ല. അമലുകൾ ശരിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒളൂവിനെ നമ്മൾ ശരിയാക്കണം. നമ്മുടെ കയ്യിന്റെ മുട്ടിന്റെ അവിടെ വെള്ളം എത്തണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഒളൂ ചെയ്യണം. അതുപോലെ നമ്മുടെ കാല് ഞെരിയാണി ഉൾപ്പെടെ കഴിയണമെങ്കിൽ ഞെരിയാണി വരെ എന്നല്ല, ഉൾപ്പെടെ എന്നാണ്. അപ്പൊ ഞെരിയാണിന്റെ കുറച്ച് മേലക്ക് വെള്ളമായാൽ അതിന്റെ പരിപൂർണതയിലേക്ക് എത്തുള്ളൂ. അവന്റെ തല അല്പം തടവുക എന്ന് പറഞ്ഞാൽ നെറ്റി തടവിയെ പോലെ തല തന്നെ തടവണം. അത് പൂർണ്ണമായി തടങ്ങിയാൽ സുന്നത്ത്, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ വുളൂഇന്റെ നിസ്കാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നിസ്കാരത്തിന്റെ നെയ്യത്തെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ മദ്രസയിൽ പഠിച്ചു പോയ എന്തോ ഒരു കാര്യം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കേട്ടവിടെ പഴച്ചതാവാം, പറഞ്ഞവിടെ പഴച്ചതാവൂല. നമ്മൾ ആരെങ്കിലും പറയുന്നതോ കേൾക്കുന്നതിലോ അപ്പുറം നമ്മുടെ അമലുകളെ, പ്രത്യേകിച്ച് ഫർദുകളെ നമ്മൾ കൃത്യമായിട്ട് നിസ്കാരങ്ങളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫാത്തിഹ. ഫാത്തിഹ സൂറത്ത്, അത് ഇമാമാണെങ്കിലും ശരി, മഅ്മൂമാണെങ്കിലും ശരി, ഫാത്തിഹ നിർബന്ധമാണല്ലോ. മസ്ബൂക്കായി വരാത്ത ആൾക്കാർ റക്അത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹ മറന്നുപോയാൽ പോലും അയാൾ ശ്രദ്ധിക്കണമെന്നാണല്ലോ. ആ ഫാത്തിഹ അവ്വൽ മുതൽ ആഖിർ വരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ അതിന്റെ അവസാനം വരെയുള്ള ഓത്ത് കൃത്യമായിട്ട് ഒരാൾ പഠിക്കണം. എനിക്ക് 55 വയസ്സായി, ഞാനിപ്പോ പഠിക്കാൻ പോവാന്നാണ്. 60 വയസ്സായി, ഞാനിപ്പോ എങ്ങോട്ടാ പഠിക്കാൻ പോകുന്നത്? ഇതുവരെ ഓതിയൊക്കെ മതി എന്നുള്ള കാഴ്ചപ്പാടുള്ളവരോട് ചോദിക്കാനുള്ളത്, ഒരു മാസത്തെ പെൻഷൻ നിന്നുപോയാൽ ആ പെൻഷന്റെ ബാക്കിൽ 65 വയസ്സുകാരെ നമ്മൾ എത്രത്തോളം നടക്കലുണ്ട്? അതിന്റെ ചുറ്റുപറ്റി നമ്മൾ എത്രത്തോളം തെരഞ്ഞെടുക്കും? അതിന്റെ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, അങ്ങനെ കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ കാട്ടുന്ന മനസ്സിന്റെ ഒരല്പ മനസ്സ് നമ്മൾ ഫാത്തിഹ പഠിക്കാൻ കാണിക്കണം. എന്താ ഫാത്തിഹ? ഖുർആനല്ലേ? ഈ കുട്ടികളെ ഓതുന്ന ചെറിയ കിതാബിൽ, മദ്രസയുടെ പുസ്തകത്തിലും ഉണ്ടാവാം. ഒരു ഫാത്തിഹ ഓതുമ്പോൾ അതിന്റെ
മദ്ദുകൾ പോയാൽ നീട്ടേണ്ടവിടെ നീട്ടിയിട്ടില്ലെങ്കിൽ അതിന് അർത്ഥം മാറും. മാറി കഴിഞ്ഞാൽ ഫാത്തിഹ ശരിയല്ല. ആ ഫാത്തിഹ ശരിയല്ലെങ്കിൽ നിസ്കാരം ശരിയല്ല, നിസ്കാരം ബാത്തിലാണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ അനർത്ഥമാക്കിയിട്ടാണ് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദാത്തുകളെ നമ്മൾ മുടിയളയിച്ചിൽ വളരെ ഉഷാറായിട്ട് കഴിക്കലുണ്ട്. മുടിയളയിച്ചിൽ ഉദ്ഹിയ്യത്ത് അങ്ങനെ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ വളരെ വിശാലമായി കഴിക്കുമ്പോൾ അവനവൻ ചെയ്യുന്ന ദൈനംദിനം അമലുകളിലുള്ള കുറവുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. പലർക്കും അത്തഹിയാത്ത് അറിയാത്തവരുണ്ട്. ഞാൻ ഇവിടെ ഉള്ളവരല്ല പറഞ്ഞത്, നിസ്കരിക്കുന്ന പല ആളുകൾക്കും അത്തഹിയാത്ത് അറിയില്ല. ഏതുവരെയാണ് അത്തഹിയാത്ത് എന്ന് പോലും അറിയില്ല. അത്തഹിയാത്ത് ആദ്യത്തെ അത്തഹിയാത്തിൽ ഏതുവരെ ചെല്ലാൻ പാടുള്ളൂ എന്ന് പോലും അറിയില്ല. അതങ്ങനെ നമ്മൾ തുടർന്ന് വന്ന ചില കാര്യങ്ങളെ പതിവ് പോലെ പതിവാക്കി പോകുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് ഞാനിത് പറയാൻ വലിയ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കും, അയാൾക്ക് വജ്ഹത്ത് ഓതാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ വജ്ഹത്ത് വജ്ഹിൽ ഇല്ലദി എന്ന് മുഴുവൻ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹു വബിഹംദിക എന്ന് മാത്രം പറഞ്ഞാൽ മതി വജ്ഹത്തിന്റെ കൂലി കിട്ടുന്ന. അത് പറയാൻ കഴിഞ്ഞോളുന്നില്ല, അതൊരു ഹയ്യാത്തു സുന്നത്താണ്. ഇനി ഒരാൾ ഫാത്തിഹ ഓതുകയാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് എപ്പോഴും ഓതണമെന്നാണ്. എല്ലാ റക്അത്തിലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതണം, വളരെ മെല്ലെ. അത് സുന്നത്താണ്, ഓതാതിരിക്കൽ കറാഹത്താണെന്നാണ്. അത് ഫിഖഹിന്റെ കർമ്മശാസ്ത്രത്തിലുള്ളതാണ്. കറാഹത്തുകൾ കൂടിക്കഴിഞ്ഞാലോ കറാഹത്തുകൾ അധികരിപ്പിച്ചാലോ ഒരു ഹുക്മുണ്ടല്ലോ. ഒരുപാട് കറാഹത്ത് ഒരാൾ ചെയ്താൽ അയാൾക്ക് ഹറാമിന്റെ തെറ്റിലേക്ക് അയാൾ എത്തും. വളരെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഫിഖ് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ മയ്യത്ത് നിസ്കാരത്തിൽ എല്ലാ നിസ്കാരങ്ങളിലും വജ്ഹത്ത് ഓതൽ സുന്നത്താണ്. മയ്യത്ത് നിസ്കാരത്തിൽ അതിന്റെ ആവശ്യമില്ല, ഫാത്തിഹയാണ്. പക്ഷെ ബാക്കി എല്ലാ സുന്നത്തുകളിലും വജ്ഹത്ത് ഓതൽ സുന്നത്താണ്. അത് ഒഴിവാക്കുകയാണെങ്കിൽ അയാൾക്ക് സിമ്പിൾ പണിയാണ്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക. ഇനി ഒരാൾ സുന്നത്ത് നിസ്കരിക്കാൻ, ആ നിസ്കാരത്തിൽ അയാൾക്ക് ഫാത്തിഹയ്ക്ക് ശേഷം അയാൾക്ക് സൂറത്ത് ഓതണം. ആ സൂറത്ത് ഓതണമെങ്കിൽ അയാൾക്ക് സമയമില്ല, പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ വെറും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാത്രം ഓതുക, അല്ലെങ്കിൽ ഒരു അമ്മയത്തെ ആയത്ത് മാത്രം ഓതുക. എന്നാലും അയാൾക്ക് ഒരു സൂറത്ത് ഓതിയ പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിക്കുമ്പോ നിസ്കാരത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങി കറാഹത്തുകൾ വരുന്ന ഒരുപാട്. ഇപ്പൊ ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുണ്ട്, അയാൾക്ക് അല്ലെങ്കിൽ ബാത്റൂമിൽ പോവലെ വളരെ അത്യാവശ്യം നിൽക്കുന്ന സമയത്ത് പള്ളിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്യണമെന്ന് ചർച്ചയുണ്ട്. അയാൾ അവിടെ പോയി മൂത്രമൊഴിച്ച് ശൗചം ചെയ്ത് വുളു ചെയ്തേ വരാവൂ. കാരണം അദ്ദേഹത്തിന്റെ നിസ്കാരത്തിനെ ബാധിക്കും ചിലപ്പോൾ. അങ്ങനെയുള്ള സാഹചര്യം ആളുകൾ എന്താ ചെയ്യാ? എന്റെ ജമാഅത്തിൽ ഒരു റക്അത്ത് പോകുമെന്ന് പേടിച്ചിട്ട് അതും താങ്ങിയിട്ട് വേഗം ഇവിടെ വന്നിട്ട് നിസ്കരിക്കും. നമ്മൾ പറഞ്ഞു നമ്മൾ അങ്ങനെ വലിയ ശുചായികളാവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ദീനിൽ പറഞ്ഞതിലപ്പുറത്തേക്ക് നമ്മൾ വലിയ ദീൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഒരു സൂക്ഷ്മത, അത് ദീൻ പഠിപ്പിക്കുന്ന സൂക്ഷ്മതയാണ്. നമ്മളവിടെ വരുമ്പോൾ നിസ്കാരത്തിന് ബാത്തിലാവും, അല്ലെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ മുഴുവനും നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളിലായി പോകും. അതുകൊണ്ടല്ലേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരാൾക്ക് മുമ്പിൽ വിശന്നുകൊണ്ട് ഭക്ഷണം മുന്നിലിരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടതാ, വിശന്നുകൊണ്ട് ഭക്ഷണം അപ്പുറത്തുണ്ട്, നിസ്കാരം ഖളാ ആവൂലാത് ഉറപ്പാണ്. ഇയാൾ നിസ്കരിക്കണോ ഭക്ഷണം കഴിക്കണോ എന്നാ ചർച്ച. ഇസ്ലാം എന്താ പറയാ? പോയി ഭക്ഷണം കഴിച്ച് മുഖം കഴുകി വൃത്തിയായി വന്ന് ഒളു എടുത്ത് നിസ്കരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? നീ അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഭക്ഷണത്തിന്റെ കുറിച്ചുള്ള വിശപ്പിന്റെ ശ്രദ്ധ വരും. അതുകൊണ്ട് നിസ്കാരം നല്ല ആശ്വാസത്തോടെ നിസ്കരിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരുപാട് നമ്മൾ നിസ്കാരത്തെ കുറിച്ച് പഠിക്കേണ്ട അമലുകളുണ്ട്. നിസ്കാരത്തിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ റുക്കൂ ചെയ്യണം, എങ്ങനെ സുജൂദ് ചെയ്യണം. നമ്മൾ ചില സമയങ്ങളിൽ ചില ആളുകൾ ഉണ്ടാവും, ഇരുന്ന് നിസ്കരിക്കാൻ, ചിലപ്പോൾ നിന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞോളണമെന്നേ ഇല്ല, ഒരിക്കലും കഴിയില്ല. ഇരുന്ന് നിസ്കാരത്തെ കുറിച്ച് നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ പറയാം. ഞാൻ ഇപ്പൊ ലക്ഷദ്വീപിൽ പോയി, അവിടെ പോയപ്പോ അവിടുത്തെ ഒരു പള്ളിയിൽ ജുമാക്ക് കൂടിയപ്പോ ആ ജുമാക്ക് ഒരാൾ ഇരുന്ന് നിസ്കരിക്കുന്നു. എല്ലാരും നിന്നിട്ട് നിസ്കരിക്കണം. എന്നാൽ എല്ലാവർക്കും അൽഹംദുലില്ലാഹ് 60, 65, 70, നിങ്ങൾ ഇരിക്കുന്നവരെ കുറ്റം പറയില്ല കേട്ടോ, 65, 70 വയസ്സ് പ്രായമുള്ള ആളുകളാണ്, നല്ല ആരോഗ്യവാന്മാരാണ്. അത് കണ്ടപ്പോ വലിയ സന്തോഷമായി. നമ്മുടെ നാട്ടിനേക്കാൾ 1-2 ആളുകൾ അതും എന്തോ എടുപ്പിനെന്തോ പ്രശ്നമായിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഇരുന്ന് നിസ്കരിക്കുമ്പോ അല്ലെങ്കിൽ നിന്ന് നിസ്കരിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ആളുകൾ ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ല, നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, എന്നാലും എങ്ങനെയെങ്കിലും നിന്ന് നിസ്കരിക്കും. പക്ഷെ അയാളെ നെഞ്ഞ് തെബിലയിൽ നിന്ന് മാറി ചിലപ്പോൾ എണീക്കുമ്പോഴൊക്കെ, എനിക്ക് അസുഖം ഉണ്ടാവുന്ന സമയത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നെഞ്ഞൊക്കെ മാറിപ്പോയി. നെഞ്ഞ് മാറിപ്പോയാൽ നിസ്കാരം ബാത്തിലാണെന്ന്
അപ്പൊ അവിടെ എന്താ നല്ലത്? നിസ്കരിക്കലാണ്. അവിടെ നമ്മൾ ഖുശൂ ചെയ്തിട്ട് നിസ്കാരം ബാത്തിലാക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ എങ്ങനെയാണോ വേണ്ടത് ആ രൂപത്തിൽ നിസ്കരിച്ച് നിസ്കാരത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അല്ലാതെ നിസ്കരിക്കുന്ന ആളുകൾ നിസ്കാരം ബാത്തിലായി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പൊ നമ്മളിവിടെ എല്ലാവരും ഖുതുബ കഴിഞ്ഞിട്ടാ കുറെ ആളുകൾ നിസ്കാരത്തിലേക്ക് വരിക. എന്താ ജുമാന്റെ ഫർള്, ജുമാന്റെ ഷർത്ത് എന്താ? ഞാൻ നിർത്തിയാണ്. എന്താ ജുമാന്റെ ഷർത്ത് എന്താ? ജുമാന്റെ ഷർത്ത് എന്താ? എല്ലാ ആളുകളും എല്ലാവരുടെയും കാണുന്ന ഒരു സംഗതിയാണ്. ഖുതുബ കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ ആളുകൾ എത്തുള്ളൂ. നിസ്കാരത്തെ കണക്കാക്കി ഒരു ദിവസം ഇവിടെ ആരോ ചോദിച്ചത് പെട്ടെന്ന് നിസ്കരിച്ചിട്ടുണ്ടല്ലോ. ബാങ്ക് കൊടുത്താൽ നിസ്കാരം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഖുതുബ എന്നുള്ള നിസ്കാരത്തിന്റെ ഷർത്താണ്. ജുമഅയിൽ 4 റക്അത്ത് ളുഹറിന്റെ 2 റക്അത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ഖുതുബ. ആ ഖുതുബ ഒരാൾ കേൾക്കണ്ടേ? ആ ഖുതുബയിൽ ഒരാൾ എത്തണ്ടേ? ആ ഖുതുബയിൽ കാരണങ്ങളില്ലാതെ ജുമഅയിലെ ആദ്യത്തെ റക്അത്തിൽ റുക്കൂയിൽ എത്താത്ത ആൾക്ക് എങ്ങനെയാ നിസ്കാരം കിട്ടുക? എങ്ങനെ ജുമഅ കിട്ടുക? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിസ്കാരത്തിനെ അതുപോലെയുള്ള അമലുകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പല ക്ലാസുകൾ ഉണ്ടാകും. അതിലൊക്കെ നിങ്ങൾ പങ്കെടുത്തതൊക്കെ പരിപൂർണമായി പഠിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. വാഹുദാമാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.